വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ലെൻസസ്. അപ്പോൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, സൗണ്ട് വേവ്സ്. ആ സൗണ്ട് വേവ്സിൻ്റെ ഫുൾ ക്ലാസ്, അതായത് ഫുൾ ടോപ്പിക്ക് പ്ലസ് അതിനകത്ത് വരുന്ന ലെറ്റസ് അസസ് എന്ന ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോടകം തന്നെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ ഫുൾ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അതുപോലെ നോട്ട് വേണമെന്നുള്ളവർ, അതായത് ഈ ചാപ്റ്ററിൻ്റെ PDF നോട്ട്, അതുപോലെ തന്നെ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൻ്റെ PDF നോട്ട്, അതുപോലെ ലേറ്റസ്റ്റ് ആസസ് അതിൻ്റെ സൊല്യൂഷനൊക്കെ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഒരു ബാച്ചുണ്ട്, സെക്കൻഡ് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ മെയ് ആദ്യ ആഴ്ച ആരംഭിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ കാണുന്ന മുകളിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഫീസ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ തുടങ്ങാമല്ലോ. ലെൻസസ് എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന ലെൻസസ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചില്ലേടാ, റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് എന്തെന്ന് പറയുന്നത്, ഈ ലെൻസസ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. അതായത് നിങ്ങൾ റിഫ്രാക്ഷൻ പഠിച്ചു, ഓർമ്മയുണ്ടോ? അവിടെ നമ്മൾ എന്താ പറഞ്ഞേ, ലൈറ്റ് എന്ന് പറയുന്നത് സഞ്ചരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും അല്ലേ. അങ്ങനെ ലൈറ്റിനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റേ ഒപ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുമ്പത്തെ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോവുകയാണ് അല്ലേ. സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ലൈറ്റ് എന്ത് ചെയ്യാണ്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റും, ഈ മീഡിയങ്ങളുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലേ, ഈ മീഡിയങ്ങളുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ചിലപ്പോൾ ഈ പറയുന്ന റേ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നോർമലിന് ദൂരേക്ക് ബെൻഡ് ചെയ്ത് പോകാമെന്ന് നമ്മൾ പഠിച്ചു. അതിനാണ് നമ്മൾ സിമ്പിളായിട്ട് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിഫ്രാക്ഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് നമുക്ക് എന്തെന്ന് പറയാം, ലെൻസ് എന്ന് പറയാം. ഞാൻ ഈ കണ്ണിൽ വെച്ചേക്കുന്ന കണ്ണാടി, ഇതെന്താണ്, ഒരു ലെൻസാണ് അല്ലേ. എനിക്ക് ദൂരെയുള്ള വസ്തുക്കൾ ക്ലിയറായിട്ട് കാണാൻ പറ്റാത്ത ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അതിനെന്നെ സഹായിക്കുന്ന ഒരു ഉപകരണം, അല്ലെങ്കിൽ എന്താണ്, ഒരു ഡിവൈസാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന കണ്ണാടി. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ അല്ലേ, ഈ ക്യാമറയ്ക്കകത്ത് എന്തുണ്ട്, ലെൻസുണ്ട്. ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ് പോലെയുള്ള ഉപകരണങ്ങൾ, ക്യാമറ പറഞ്ഞു, പ്രൊജക്ടർ, നമ്മുടെ മാഗ്നിഫയിങ് ഗ്ലാസ്, ഇതിനകത്തൊക്കെ എന്തുണ്ട്, ലെൻസുണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു കണ്ണാടി ഗ്ലാസ്സിനകത്ത്, ട്രാൻസ്പാരൻ്റായ കണ്ണാടി ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചേ, ആ വെള്ളമുള്ള ആ ട്രാൻസ്പാരൻ്റ് ഗ്ലാസും സത്യത്തിൽ എന്തുപോലെ ആക്ട് ചെയ്യുകയാണ്, ഒരു ലെൻസ് പോലെ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ്. അതെന്താണ്, ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റാണ്. അതായത് ഇവിടെ ഈ പറയുന്ന രണ്ടിടത്ത് ലെൻസ് ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ലൈറ്റിനെ എന്ത് ചെയ്യും, അതിനെ ബെൻഡ് ചെയ്യിക്കും. അപ്പോൾ നമുക്ക് തോന്നും എല്ലാ ഗ്ലാസ്സിലുള്ള ഒരു ഒബ്ജക്റ്റും ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റിന് ബെൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് ഇവിടെ രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ ഫസ്റ്റ് എക്സാമ്പിളിൽ ഒരു സ്ക്വയർ ആയിരിക്കുന്ന ഒരു ഗ്ലാസ് സ്ലാബിലൂടെ ലൈറ്റിനെ കടത്തി വിടുകയാണ്. അവിടെ ലൈറ്റ് എന്ത് ചെയ്യുന്നില്ല, ബെൻഡൊന്നും ചെയ്യുന്നില്ല, നേരെ വരും. പക്ഷേ നമ്മളൊരു മാഗ്നിഫയിങ് ഗ്ലാസ്സിലൂടെ കടത്തി വിടുമ്പോഴത്തേക്കും നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ലൈറ്റ് റേസ് ഒരു പോയിന്റിലേക്ക് വന്ന് ചേരുന്നു അല്ലേ. ഇങ്ങനെ വന്ന് ചേരുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ കൺവേർജിങ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, കൺവേർജിങ് എന്ന് വിളിക്കും. അപ്പോൾ ലൈറ്റ് റേ ഇവിടെ എന്ത് ചെയ്യുകയാണ്, കൺവേർജ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു വ്യത്യാസമുണ്ട് അല്ലേ. രണ്ടും ഗ്ലാസ് കഷ്ടമുണ്ടെന്ന് വെച്ചിട്ട് എന്ത് നടക്കണമെന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ റിഫ്രാക്ഷൻ നടക്കണമെന്നില്ല. ഇവിടെ നടക്കുന്ന വളരെ ചെറിയൊരു റിഫ്രാക്ഷനാണ്, അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ പാത്ത് ഒന്നും ചേഞ്ച് ചെയ്യാത്തത്. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ എന്ത് നടക്കുന്നുണ്ട്, റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പാത്ത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം, എന്താ സത്യത്തിൽ ഒരു ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെൻസ് ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് ആണ്, അതിലാർക്കും സംശയമൊന്നുമില്ല. ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് ആണ്. അതെന്ത് ചെയ്യും, ലൈറ്റ് റേസിനെ ബെൻഡ് ചെയ്യും. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് വശങ്ങളുള്ളതിൽ ഒരു വശമെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തായിരിക്കും, ഇതുപോലെ കർവ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. എങ്ങനെയായിരിക്കുന്നത്, ഇതുപോലെ കർവ് ചെയ്തിരിക്കുന്ന ഒരു വശമെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ കർവ് ചെയ്തിട്ടുള്ള സർഫസുകളുള്ള, അതിങ്ങനെ കർവ് ചെയ്തതും ആകാം, ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ കർവ് ചെയ്തതും ആകാം, എങ്ങനെയോ ആയിക്കോട്ടെ, കർവ് ചെയ്ത സർഫസ് ഉള്ള ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് അത് ലൈറ്റിനെ എന്ത് ചെയ്യും, റിഫ്രാക്റ്റ് ചെയ്യുമെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാടാ, നമുക്കതിനെ ലെൻസ് എന്ന് പറയാം. ലെൻസ് രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, ലെൻസുകൾ ഇങ്ങനെ കർവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ പൊതുവേ സ്പെറിക്കൽ ലെൻസുകൾ എന്നാണ് വിളിക്കാറ്. എന്തുവാ വിളിക്കാറ്, സ്പെറിക്കൽ ലെൻസുകൾ എന്നാണ് വിളിക്കാറ്. ആ ലെൻസ് രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് കോൺവെക്സ് ലെൻസും മറ്റൊന്ന് കോൺകേവ് ലെൻസും. ഒന്നും കൂടെ എന്താ ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ലൈറ്റ് റേസിനെ അല്ലേ, ലൈറ്റ് റേസിനെ നേരെ കടത്തി വിടാതെ, അതിന് നമുക്ക് സാധാരണ കണ്ണാടി മതി. ഈ പറയുന്ന ലൈറ്റിൻ്റെ പാത്തിനെ എന്ത് ചെയ്യാണ്, ബെൻഡ് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ, എന്തിലൂടെ, റിഫ്രാക്ഷനിലൂടെ. അപ്പോൾ റിഫ്രാക്ഷനിലൂടെ ലൈറ്റിൻ്റെ പാത്തിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, ലെൻസ് എന്ന് പറയുന്നത്. ഈ കണ്ണിലുള്ള ലെൻസും ക്യാമറയിലുള്ളതും ഒക്കെ എന്ത് തന്നെയാണ്, ലെൻസ് തന്നെയാണ്. ലെൻസുകൾ പൊതുവേ നമ്മൾ നോക്കിയാൽ അവയിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലെൻസുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്ന് അതൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വസ്തുവായിരിക്കും അല്ലേ, ഒന്നുകിൽ കണ്ണാടി കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കും. അത് ലൈറ്റിനെ എന്ത് ചെയ്യും, റിഫ്രാക്റ്റ് ചെയ്യും അല്ലേ, അതെന്ത് ചെയ്യും, ലൈറ്റിനെ നമ്മൾ റിഫ്രാക്റ്റ് ചെയ്യും. ആ റിഫ്രാക്റ്റിന് സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കർവ്ഡ് സർഫസ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു സ്പിയറിൻ്റെ പാർട്ടായിരിക്കും എന്ന് പറഞ്ഞാലും മതി. കർവ്ഡ് സർഫസ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു സ്പിയറിൻ്റെ പാർട്ടായിരിക്കും. സ്പിയറിൻ്റെ പാർട്ടോ, സംശയമായി അല്ലേ. നമുക്ക് നോക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് നോക്കിയതാ, കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് 2 സ്പിയറുകൾ കാണാൻ പറ്റും. അതായത് ഗ്ലാസിൻ്റെ 2 ബോള്, ക്രിക്കറ്റ് ബോൾ പോലെ ഫുട്ബോൾ പോലെ ഗ്ലാസിൻ്റെ 2 ബോള്. ആ 2 ബോളുകൾ നമ്മൾ എന്ത് ചെയ്തേക്കാണ്, ഇങ്ങനെ ചേർത്ത് വെച്ചേക്കാണ്. ഇങ്ങനെ എന്ത് ചെയ്തേക്കാണ്, നമ്മൾ ചേർത്ത് വെച്ചേക്കാണ്. അങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്ലാസ് ബോളുകൾ കണ്ടോ, ഈ 2 ഭാഗം കൂടി ചേരുന്ന ഈ ഒരു വശം, 2 ഭാഗങ്ങളും കൂടെ ചേരുന്ന ഈ ഒരു വശം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 2 വശവും ഇങ്ങനെ കർവ് ചെയ്തിരിക്കും അല്ലേ, എന്ത് ചെയ്തിരിക്കും, കർവ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ അത് ഈ താഴെ കണ്ടോ, 2 ഗ്ലാസുകൾ ചേരുമ്പോൾ ഈ നടുക്കായിട്ട് വരുന്നൊരു ഭാഗം അല്ലേ, അവിടെ എന്തുണ്ട്, കർവ് ചെയ്തൊരു ഭാഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ കർവ് ചെയ്ത ഭാഗം വരുന്ന ട്രാൻസ്പാരൻ്റായ വസ്തുക്കളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലെൻസുകൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, ലെൻസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. എന്താണ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെൻസ് ഈസ് എ ട്രാൻസ്പാരൻറ്റ് മീഡിയം ഇൻ വിച്ച് ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഈസ് പാർട്ട് ഓഫ് എ സ്പിയർ അല്ലേ, എന്ന് വെച്ചാൽ കർവ് ചെയ്തിരിക്കും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ട്രാൻസ്പാരൻ്റായ റിഫ്രാക്റ്റ് ചെയ്യുന്ന മീഡിയമാണ്, അതിൽ ഒരു ഭാഗമെങ്കിലും എന്ത് ചെയ്തിരിക്കണം, ഇവിടെ കർവ് ചെയ്ത് ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, ലെൻസ് ഈസ് എ ട്രാൻസ്പാരൻറ്റ് മീഡിയം വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് ദാറ്റ് ബെൻഡ് ലൈറ്റ് റേ ടു ഫോം ആൻ ഇമേജ് അല്ലേ, അത് ലൈറ്റ് റേസിനെ ബെൻഡ് ചെയ്യും, ഇമേജും ഫോം ചെയ്യിപ്പിക്കും. അതിൽ 2 സർഫസും കർവ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തായിരിക്കണം, കർവ് ചെയ്തിരിക്കണം. നമ്മൾ ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഈ സാധാ 2 സർഫസും കർവ് ചെയ്തിരിക്കുന്ന ഗ്ലാസുകളെ പറ്റി പഠിച്ചാൽ മതി. അങ്ങനെ കർവ് ചെയ്തിരിക്കുന്ന ഗ്ലാസുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെറിക്കൽ ലെൻസസ്. എന്തുവാണ്, സ്പെറിക്കൽ ലെൻസസ്. ടെക്സ്റ്റ് ബുക്കിൽ ആ പേര് പറഞ്ഞില്ലെങ്കിലും നമ്മൾ പഠിച്ചു വെച്ചോളൂ, അതിൻ്റെ പേര് എന്തുവാണ്, സ്പെറിക്കൽ ലെൻസാണ്. നമ്മളെ കണ്ണാടി, ക്യാമറ, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, പ്രൊജക്ടർ, ഇതിനകത്തൊക്കെ ഉള്ള എന്താണ്, ഈ പറയുന്ന ലെൻസുകളാണ്. ലെൻസുകൾ പൊതുവിൽ 2 തരത്തിലാണ് ഉള്ളത്. നമ്മൾ തൊട്ട് മുമ്പത്തെ പിക്ചറിൽ കണ്ടു അല്ലേ. ഒന്ന് ഇങ്ങനെ ഇരിക്കുന്ന ലെൻസ് അല്ലേ, ഇങ്ങനെ ഇരിക്കുന്ന ലെൻസ്. മറ്റൊന്നാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ലെൻസ്. അപ്പോൾ എന്താണ് ഈ 2 ടൈപ്പ് ലെൻസ്? അപ്പോൾ ലെൻസുകൾ 2 ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഇതിൽ നമ്മൾ ഈ ആദ്യം കണ്ട ലെൻസിനെ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് ലെൻസ്. എന്തുവാണ്, കോൺവെക്സ് ലെൻസ്. ഈ രണ്ടാമത് കാണുന്നതിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് ലെൻസ്. എന്തുവാണ്, കോൺകേവ് ലെൻസ്. അപ്പോൾ ഒന്നുകൂടെ, ലെൻസസ് എത്ര തരത്തിലുണ്ട്, 2 തരത്തിൽ ഉണ്ട്. ഏതൊക്കെയാണ്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഈ കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൈറ്റ് റേ ഇതിൽ വന്ന് തട്ടുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഈ ലൈറ്റ് റേ ഇങ്ങനെ ബെൻഡ് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുവരും, ലൈറ്റ് റേ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരും. എന്ത് ചെയ്യും, ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ അതിനെ കൺവേർജിങ് ലെൻസ് എന്നും വിളിക്കും. ആരെ, കോൺവെക്സിനെ നമ്മൾ എന്തുകൂടെ വിളിക്കും, കൺവേർജിങ് ലെൻസ് എന്നുകൂടെ വിളിക്കും. നേരെ മറിച്ച് കോൺകേവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺകേവിലോട്ട് വരുന്ന ലൈറ്റ് തട്ടിയിട്ട് എന്ത് ചെയ്യും, അത് ദൂരോട്ട് പോകും. ഇങ്ങോട്ട് പോവും, അത് ദൂരേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ദൂരേക്ക് പോകുന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഡൈവേർജിങ് എന്നാണ് വിളിക്കുന്നത്. എന്തുവാണ്, ഡൈവേർജിങ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കോൺകേവ് ലെൻസിന് നമുക്ക് എന്ത് വിളിക്കാം, അതിന് നമുക്ക് ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിക്കാം. 2 പോയിന്റുകൾ ഇപ്പം തന്നെ പഠിക്കണം അല്ലേ. നമ്മളെ 2 സർഫസും, നമ്മളൊരു പഴമൊക്കെ ഇരിക്കുന്ന പോലെ അല്ലേ, ഈ പറയുന്ന 2 സർഫസും കൂടി ഇങ്ങനെ ചേർന്ന് കൈകൂപ്പി നിൽക്കുന്ന പോലെ നിന്ന് കഴിഞ്ഞാൽ അതാണ് എന്ത്, കോൺവെക്സ് ലെൻസ്. എന്തുവാണ്, കോൺവെക്സ് ലെൻസ്. നേരെ മറിച്ചൊരു തൂണ് കണക്കത് ഇങ്ങനെ നിൽക്കുന്ന ലെൻസാണ് എന്തെന്ന് പറയുന്നത്, കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. എന്തെന്ന് വിളിക്കുന്നത്, കോൺകേവ്. ഓർത്ത് വെച്ചാൽ മതി, കോൺകേവിനകത്ത് കോണും കേവും 2 C ഉണ്ട് അല്ലേ. അപ്പോൾ കോണും കേവും, കോണും കേവും, കോണും കേവും എന്നിങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് കോൺകേവ് കിട്ടും. അങ്ങനെയാണെങ്കിൽ മറ്റേത് കോൺവെക്സ് എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. കോണും കേവും 2 C ഉണ്ട് അല്ലേ. അപ്പോൾ 2 C ഓപ്പോസിറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോൺകേവ് ലെൻസ് കിട്ടും. എന്ത് കിട്ടും, കോൺകേവ് ലെൻസ് കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് കോൺകേവ്, കോൺകേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സിയും സിയും.
ഈ കോൺകേവ് ലെൻസ് ലൈറ്റ് വന്ന് തട്ടുമ്പോൾ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാമല്ലോ ദൂരേക്ക് പോകും. സോ അത് നമ്മൾ ഡൈവേർജിങ് എന്ന് വിളിക്കും. നേരെ മറിച്ച് തൊഴുതുകൊണ്ട് നിൽക്കുന്ന പോലത്തെ ലെൻസ് ആണെങ്കിൽ എന്ത് പറ്റും? അതിനെ കോൺവെക്സ് എന്ന് വിളിക്കും. അതെന്ത് ഈ ലൈറ്റ് റേ അകത്തോട്ട് കൊണ്ടിട്ട് നമ്മളതിനെ കൺവേർജിങ് ലെൻസ് എന്നും വിളിക്കും. അപ്പോൾ കോൺവെക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇതല്ലേ കോൺവെക്സ്. കോൺവെക്സിൻ്റെ പ്രത്യേകത എന്താ? തിക്കർ ഇൻ ദ മിഡിൽ ദാൻ അറ്റ് ദ എഡ്ജസ് അല്ലേ. വശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ, മിഡിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? തിക്കായിരിക്കും. എഡ്ജസ് എന്ന് പറയുന്നത് തിന്നായിരിക്കും. ഇറ്റ് ബ്രിങ്സ് ലൈറ്റ് റേസ് ടുഗദർ അല്ലേ. ഈ ലൈറ്റ് റേസിനെ എന്ത് ചെയ്യും? ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് നമ്മളതിനെ കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ മാഗ്നിഫയിങ് ഗ്ലാസ്സിനകത്ത് ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. നമ്മുടെ മാഗ്നിഫയിങ് ഗ്ലാസ് ഉണ്ടല്ലോ, ചെറിയ ഒബ്ജക്റ്റുകൾ വലുതാക്കി കാണിക്കുന്നത്, അതിലുപയോഗിക്കുന്ന ഏതാണ്? മാഗ്നിഫയിങ് ലെൻസ് ആണ്. കോൺകേവിലോട്ട് വരാം. കോൺകേവിലോട്ട് വരും. നമ്മൾ കോൺകേവ് എങ്ങനെയാണ് പഠിച്ചത്? കോൺകേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സി സി സി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും അതിനെ? തിന്നർ ഇൻ ദ മിഡിൽ ആൻഡ് തിക്കർ അറ്റ് ദ എഡ്ജസ് അല്ലേ. ഇവിടെ തിന്നും, ഇവിടെ എഡ്ജിൽ തിക്കായിട്ട് ഇരിക്കും. ഇറ്റ് സ്പ്രെഡ് ഔട്ട് ദ ലൈറ്റ് റേസ്. ലൈറ്റ് റേസിന് ദൂരേക്ക് വിടും. സോ അതിന് നമ്മൾ എന്ത് വിളിക്കും? ഡൈവേർജിങ് എന്ന് വിളിക്കും. നമ്മുടെ കണ്ണാടികളിൽ മയോപ്പിയ ഉള്ള ആൾക്കാരുടെ കണ്ണാടികളിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ലെൻസാണ്. അതായത് നമ്മുടെ ഷോർട്ട് സൈറ്റ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ഷോർട്ട് സൈറ്റ് ഉള്ളവരുടെ കണ്ണിൽ ഉപയോഗിക്കുന്നത് എന്തുവാണ്? അത് കോൺകേവ് ലെൻസ് ആണ്. ഇത്രയും സെറ്റാണല്ലോ. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ലെൻസുകൾ എന്താണെന്നുള്ളത് പറഞ്ഞു. ലെൻസ് 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ആ ലെൻസുകൾ ഏതൊക്കെയാണ്? നടുക്ക് തിക്കായിട്ടുള്ളത് ഉണ്ട്, ഒബ്ജക്റ്റ് മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ടേബിളിൽ എഴുതേണ്ട സാധനമാണ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു സ്ലൈഡായിട്ട് തന്നിട്ടുള്ളത്. കോൺകേവും കോൺവെക്സും തമ്മിലുള്ള വ്യത്യാസം. തിക്കർ ഇൻ ദ മിഡിൽ, തിന്നർ ഇൻ ദ മിഡിൽ. തിക്കർ ഇൻ ദ എഡ്ജസ്, തിന്നർ ഇൻ ദ എഡ്ജസ്. കൺവേർജ് ചെയ്യും ലൈറ്റിനെ, ഡൈവേർജ് ചെയ്യും ലൈറ്റിനെ. എഴുതിക്കോളുമല്ലോ. അപ്പോൾ ആ ടേബിൾ നമുക്ക് സെറ്റായി. അങ്ങനെയുള്ളൊരു ലെൻസിന് കാണാൻ എന്താണ്? അത് ഒരു സ്പിയറിൽ നിന്നാണ് മുറിച്ചെടുത്തേക്കുന്നത്. ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. അതാണ് പാർട്ട് ഓഫ് എ സ്പിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വശം അല്ലെ, നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി ഇടാ ഇതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു കണ്ണാടിയാണെങ്കിൽ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലെൻസ് ആണെങ്കിൽ, ആ ലെൻസിൽ കൂടെ ലൈറ്റ് പോകുമ്പോൾ അത് നേരെ അങ്ങ് പൊക്കോളും. അതെന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് പൊക്കോളും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അകത്തോട്ടും പുറത്തോട്ടും ഒന്നും പോകത്തില്ല. അപ്പോൾ എന്ത് വേണം? ഇതിൻ്റെ ഒരു വശമെങ്കിലും എന്ത് ചെയ്തേക്കണം? മിനിമം ഒരു വശമെങ്കിലും എന്ത് ചെയ്തേക്കണം? ഇങ്ങനെ കർവ് ചെയ്തിരിക്കണം. അപ്പോഴേ ലൈറ്റ് എന്ത് ചെയ്യുള്ളൂ? ഇങ്ങോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ പുറത്തോട്ട് കർവ് ചെയ്തിരിക്കണം. അങ്ങനെ എന്ത് ചെയ്യുള്ളൂ? ദൂരോട്ട് പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കർവ് ഉണ്ടാകുന്ന സർക്കിൾ അല്ലെങ്കിൽ ഇങ്ങനെ കർവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കിളിൻ്റെ പാർട്ട് നമ്മളിവിടെ പറയുന്നത്. സെറ്റല്ലേ? അങ്ങനെയുള്ളൊരു 2 ടൈപ്പ് കോൺകേവും കോൺവെക്സും എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ടേംസിനെ പറ്റി പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് പറഞ്ഞു തന്നതിന് ശേഷം എന്ത് ചെയ്യാം? നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമുക്ക് പഠിക്കാനുള്ളത് ഒരു ലെൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒരു ലെൻസ് ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും സിമ്പിൾ ഫോം എന്ന് പറയുന്നത് നമുക്കൊരു കോൺവെക്സ് ലെൻസ് എന്ന് വരയ്ക്കാം. സോ ഇതാണ് എന്ത്? ഒരു കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? ഒരു കോൺവെക്സ് ലെൻസാണ്. ഇതെന്തുവാണ്? ഒരു കോൺവെക്സ് ലെൻസാണ്. ഈ നടുക്ക് കാണുന്ന ഇതാണ് എന്ത്? ഒരു കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഇതെന്തുവാണ്? ഒരു കോൺവെക്സ് ലെൻസ്. ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുക. ഈ കോൺവെക്സ് ലെൻസിന് ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ അല്ലേ. ഈ കോൺവെക്സ് ലെൻസിന് ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സെൻറ്റർ. ഇതാണ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് വിളിക്കും. ഇത് വിളിക്കും ഒപ്റ്റിക് സെൻറ്റർ. അപ്പോൾ ഒരു ലെൻസിൻ്റെ നടുക്കത്തെ പോയിന്റ്. ഇനി അത് കോൺകേവ് ആണെങ്കിലും അതിനെന്തുണ്ട്? CC അല്ലേ, അതിന് നടുക്കൊരു പോയിന്റ് ഉണ്ട്. അതിനെയും എന്ത് തന്നെ വിളിക്കുവാടാ? ഒപ്റ്റിക് സെൻറ്റർ എന്ന് വിളിക്കും. ഇനി നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ലെൻസ് 2 സർക്കിളുകളിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ പറയുന്ന പോയിന്റുകൾ ഞാനിങ്ങനെ താഴോട്ട് മാർക്ക് ചെയ്തുകൂടെ? ഈ പറയുന്ന സർക്കിളിൻ്റെ സെൻറ്റർ ഞാൻ താഴോട്ട് മാർക്ക് ചെയ്തുകൂടെ? ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ കോൺകേവിനും എന്തുണ്ടാവും? അപ്പുറത്തും ഇപ്പുറത്തും 2 സെൻറ്റർ ഓഫ് കർവേച്ചറുകൾ ഉണ്ടാവും. ഇനി ഈ പറയുന്ന 2 പോയിന്റിനെയും ഒപ്റ്റിക് സെൻറ്ററിനെയും ഈ പറയുന്ന സെൻറ്റർ ഓഫ് കർവേച്ചറിനും ചേർത്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വേറൊരു പേര് പറയും, ഒപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നമ്മളതിനെ ഒപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കും. കഴിഞ്ഞ വർഷം വരെ ടെക്സ്റ്റ് ബുക്കിൽ അതിനകത്ത് എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തവണ കുറച്ച് മോഡിഫൈ ചെയ്ത് എന്താക്കി? ഒപ്റ്റിക് ആക്സിസ് എന്നാക്കി. അപ്പോൾ എന്താ ഒപ്റ്റിക് ആക്സിസ്? സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയും ഒപ്റ്റിക് സെൻറ്ററിലൂടെയും കടന്നു പോകുന്ന സ്ട്രൈറ്റ് ലൈൻ. ഞാൻ വരച്ചപ്പോൾ സ്ട്രൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കിക്കൊള്ളണം? സ്ട്രൈറ്റ് ആക്കിക്കൊള്ളണം അല്ല. ഈ വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈൻ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ ഒപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഒപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കും. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഒരു ലെൻസിന് ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ടാവും.
അതിന് നമ്മൾ എന്ത് വിളിക്കുവാടാ? ഒപ്റ്റിക് സെൻറ്റർ എന്ന് വിളിക്കും. ദ മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ് ഈസ് ദ ഒപ്റ്റിക് സെൻറ്റർ. കണ്ടോ, ഇതാ ഇവിടെ O എന്ന് കാണിക്കുന്ന ലെൻസിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ എന്ത് വിളിക്കുവാടാ? ഒപ്റ്റിക് സെൻറ്റർ എന്ന് വിളിക്കും. അടുത്ത് വരുന്നതാണ് എന്ത്? സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ. കണ്ടോ, അവിടെ രസമുണ്ട്. കണ്ടോ, ഞാൻ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നാണ് പറഞ്ഞത്. രണ്ടെണ്ണം ഉണ്ട്. കണ്ടോ, ഇവിടെ ഉള്ള ഇതും എന്ത് തന്നെയാണ്? സെൻറ്റർ ഓഫ് കർവേച്ചർ തന്നെയാണ് അല്ലേ? ഇതും ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്, ഇതും ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. ഇതൊരു സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്, ഇതൊരു സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. ഇതൊരു സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്, ഇതും എന്താണ്? ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്. അപ്പോൾ എന്താ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് എ ലെൻസ് ഈസ് പാർട്ട് ഓഫ് എ സ്പിയർ അല്ലേ? ഈ പറയുന്നത് എന്താണ്? ഈ ഒരു സ്പിയറിൻ്റെ പാർട്ടാണ് ഈ കർവിങ് ഫേസ്. ഈ ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു സ്പിയറിൻ്റെ പാർട്ടാണ്. ആ സ്പിയറുകൾക്കൊരു സെൻറ്റർ ഉണ്ട് അല്ലേ? ഈച്ച് റിഫ്രാക്റ്റിംഗ് സർഫസ് ഓഫ് എ ലെൻസ് ഈസ് പാർട്ട് ഓഫ് എ സ്പിയർ. ദ സെൻറ്റർ ഓഫ് സച്ച് സ്പിയർ ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലേ? ഈ വരച്ചേക്കുന്ന സ്പിയറിൻ്റെ സെൻറ്ററിനെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒപ്റ്റിക് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ഒപ്റ്റിക് ആക്സിസ് ഈസ് ദ ഇമാജിനറി ലൈൻ. അതെന്തുവാണ്? അതൊരു സാങ്കല്പിക രേഖയാണ്. ഇതെല്ലാം സാങ്കല്പികം തന്നെയാണ്. ദ ഒപ്റ്റിക് ആക്സിസ് ഇൻ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ദ ലെൻസ് അല്ലേ? സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയും ഒപ്റ്റിക് സെൻറ്ററിലൂടെയും കടന്നു പോകുന്ന ഈ ഒരു രേഖയാണ് നമ്മൾ ഒപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് വരുന്നു അപ്പർച്ചർ എന്നാൽ എന്താണ്? എന്തുവാണ് അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭാഗം കണ്ടോ, ഇത്രയും ഭാഗം ഇതിലൂടെയാണല്ലോ ലൈറ്റ് എന്ത് ചെയ്യുന്നത് മക്കളെ? കടന്നു പോകുന്നത്. സോ ഈ പറയുന്ന ഇത്രയും ഭാഗം ഇവിടെ ഞാൻ ഇങ്ങനെ മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇത്രയും ഭാഗം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്പർച്ചർ എന്ന് വിളിക്കുന്നത്. എങ്ങനെ പറയും നമ്മൾ? ദ ഏരിയ ഓഫ് ദ ലെൻസ് ത്രൂ വിച്ച് ദ ലൈറ്റ് പാസസ് അല്ലേ? ഈ പറയുന്ന ലെൻസ് നമ്മൾ എടുക്കുകയാണെങ്കിലേ അതിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഭാഗത്തൂടെ അല്ലേ ലൈറ്റ് കടന്നു പോകുന്നത്? അല്ലെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഭാഗത്തൂടെ അല്ലേ ലൈറ്റ് കടന്നു പോകുന്നത്? ഈ ദൂരത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്പർച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ഏരിയ ഓഫ് ദ ലെൻസ് ത്രൂ വിച്ച് ലൈറ്റ് പാസസ് ഈസ് കോൾഡ് അപ്പർച്ചർ. In optical instruments such as cameras and microscopes, the aperture can be varied by using a stop. അതായത് നമ്മൾ ഇങ്ങനെ ഈ പറയുന്ന കറക്കുന്ന ക്യാമറ ഉണ്ടാവുമല്ലോ, DSLR എന്നൊക്കെ പറയുന്ന ക്യാമറ, അത് നമ്മളിങ്ങനെ കറക്കുമ്പോൾ ഈ പറയുന്ന അപ്പർച്ചർ വാല്യൂ ചുരുങ്ങുകയും കൂടുകയും ചെയ്യും. അത് ലൈറ്റ് കടന്നു പോകുന്ന ആ പറയുന്ന ഏരിയ എന്ന് പറയുന്നത് കൂടുകയും കുറയുകയും ചെയ്യും. അതാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കണ്ണിനകത്തും അതുണ്ട്. തൽക്കാലം കണ്ണിൻ്റെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ കോംപ്ലക്സ് ആക്കുന്നില്ല. ഇത്രയും പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ ഓടിച്ച് നോക്കിയിട്ട് നിർത്താം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ഒരു സെക്കൻഡ്. ഇത് ചാർജർ ഓൺ ആക്കിയില്ല. ശരി, അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറഞ്ഞ കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഒരു ലെൻസ് ഉണ്ട്. ഒരു ലെൻസ് ഉണ്ട്. ആ ലെൻസിൻ്റെ സെൻറ്റർ പോയിന്റ് നമ്മൾ എന്ത് വിളിക്കൂടാ? ഒപ്റ്റിക് സെൻറ്റർ എന്ന് വിളിക്കും. ഇതൊരു സ്പിയറിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഇപ്പുറത്തെ കർവിങ് സർഫസ് ഒരു സ്പിയറിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ആ സ്പിയറുകൾക്കൊരു സെൻറ്റർ ഉണ്ട്. നമ്മളതിനെ സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് എന്ന് വിളിക്കും. ഇവനെ C1 എന്ന് വിളിച്ചാൽ ഇവനെ C2 എന്ന് വിളിക്കും. ഈ സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സിലൂടെയും ഒപ്റ്റിക് സെൻറ്ററിലൂടെയും കടന്നു പോകുന്ന ലൈൻ നമ്മൾ എന്ത് വിളിക്കും? ഒപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കും. ഒപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കും. ഇനി ഈ പറയുന്ന ലൈറ്റ് കടന്നു പോകുന്ന ഇത്രയും ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്പർച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പർച്ചർ എന്ന് വിളിക്കുന്നത്. സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമ്മൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഓക്കെ, ഇനി വരുന്നതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. എന്തുവാണ് പ്രിൻസിപ്പൽ ഫോക്കസ്? 2 പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസ് നമ്മൾ 2 രീതിയിലാണ് പഠിക്കുന്നത്. ഒന്ന്, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാൽ എന്താണ്? വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. പിന്നെ ആദ്യം ഒരു കോൺവെക്സ് ലെൻസ് നമ്മൾ അങ്ങോട്ട് വരയ്ക്കണം. എന്നിട്ട് ഒപ്റ്റിക് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോകുന്ന ഈ പറയുന്ന ആക്സിസ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. നമ്മൾ പറയുകയാണ് ഒപ്റ്റിക് സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒപ്റ്റിക്കൽ ആക്സിസിൻ്റെ അടുത്തൂടെ അല്ലെങ്കിൽ ഈ ഒപ്റ്റിക്കൽ ആക്സിന് പാരലായി ഒരു റേ ഓഫ് ലൈറ്റ് പോവുകയാണെങ്കിൽ അത് റിഫ്രാക്ഷന് ശേഷം കടന്നു പോകുന്നത് ഒരു പോയിന്റിൽ കൂടെ ആയിരിക്കും. തൊട്ടടുത്ത് വേറൊരു ലൈറ്റ് റേ വന്നാൽ അതും എന്ത് ചെയ്യും? കടന്നു പോകുന്നത് ഈ ഒരു പോയിന്റിൽ കൂടെ ആയിരിക്കും. ഈ മറ്റൊരു ലൈറ്റ് റേ വന്നാൽ അത് കടന്നു പോകുന്നത് ഈ ഒരു പോയിന്റിൽ കൂടെ ആയിരിക്കും. ഈ പോയിന്റിനെയാണ് നമ്മൾ എഫ് എന്ന് വിളിക്കും, അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കും. ഫോക്കസ് ആ വാക്കിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ? ലൈറ്റ് റേയെ ഈ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരു ഈ പറയുന്ന ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് നമ്മളിങ്ങനെ പിടിച്ചിരിക്കുകയെന്ന് വിചാരിക്കാം.
വരുന്ന സൂര്യപ്രകാശത്തെ മൊത്തം അത് ഫോക്കസ് ചെയ്യുന്നത് ഒരൊറ്റ പോയിന്റിലായിരിക്കും. അപ്പോഴാണ് ഈ പറഞ്ഞത് നമ്മൾ പേപ്പറൊക്കെ അവിടെ വെച്ച് കൊടുത്താൽ ആ പേപ്പർ കത്തിപ്പോകുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ലൈറ്റ് റേ വന്ന് കൂട്ടിച്ചേർക്കുന്ന ആ ഒരു സ്ഥലത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഒരു കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിൻസിപ്പൽ ഫോക്കസിന് നമ്മൾ എന്ത് വിളിക്കും? റിയൽ ഫോക്കസ് എന്ന് വിളിക്കൂടാ. എന്ത് വിളിക്കും? റിയൽ ഫോക്കസ് എന്ന് വിളിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു പേപ്പറിൽ ഈ പോയിന്റിനെ നമുക്ക് കൊണ്ടുവന്ന് കാണിപ്പിക്കാനായിട്ട് പറ്റും. റിയലും വെർച്വലും നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആക്ച്വലി നമുക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് നമ്മൾ റിയൽ എന്നും, പറ്റില്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? വെർച്വൽ എന്നും വിളിക്കും. അപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് എന്തുവാണ്? റിയൽ ആണ് അല്ലേ. നമ്മളൊരു കണ്ണാടി വെച്ചാൽ നമുക്ക് ഇതുപോലൊരു പോയിന്റ് കൃത്യം കാണാനായിട്ട് സാധിക്കും. ഇനി സിമ്പിൾ, ഈ പറയുന്ന ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് ഈ പറയുന്ന പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഫോക്കസ് തൊട്ട് ഈ പറയുന്നത് വരെയുള്ള ദൂരത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഫോക്കൽ ലെങ്ത്. ഓക്കെ ആണോ? ഇതാണ് ദാ ഇവിടെ ഈ എക്സ്പെരിമെൻറ്റ് കൊടുത്തേക്കുന്നത്. കണ്ടോ, പ്രിൻസിപ്പൽ ആക്സിന് നേരെ വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജസ് അറ്റ് എ പോയിന്റ് ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. നോക്കിയോ, ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺവെക്സ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ് എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ആക്സിസിന് അടുത്തൂടെ പോകുന്ന പാരലായി പോകുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം എന്ത് ചെയ്യും? ഒരു പോയിന്റിൽ വന്ന് ചേരുന്നു. ഇവിടെ ഒപ്റ്റിക് ആക്സിസിൽ ഒരു പോയിന്റിൽ വന്ന് ചേരുന്നു. അതിൻ്റെ അതർ സൈഡിൽ രണ്ടിടത്തും ഉണ്ടാവും. ദിസ് പോയിന്റ് ഈസ് കോൾഡ് ഫോക്കസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഈ ഫോക്കസിന് നമ്മൾ എന്ത് വിളിക്കും? റിയൽ ഫോക്കസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? The principal focus of a convex lens is considered real because light rays passing through and parallel to the optical axis of a convex lens through the principal focus after refraction. എന്ത് പറ്റും? നേരെ വരുന്ന ലൈറ്റ് വന്ന് തട്ടി വരുന്നത് ഒറിജിനലി നമുക്കൊരു പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? റിയൽ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോക്കൽ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലേ. ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് ഏതോട്ട്? ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് അല്ലേ. നമ്മളിങ്ങനെ ലെൻസ് വരച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒപ്റ്റിക് സെൻറ്റർ തൊട്ട് ഈ വന്നു ചേരുന്ന ഫോക്കസ് വരെയുള്ള ഈ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്മോൾ ലെറ്റർ എഫ് അഥവാ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫോക്കൽ ലെങ്ത്. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് കോൺകേവ് ലെൻസിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ എന്ത് പറയാൻ പോവുകയാണ്? നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് പറയാൻ പോവുകയാണ്. അതിന് ആദ്യം കോൺകേവ് ലെൻസ് വരയ്ക്കണം അല്ലേ. ഞാൻ പറഞ്ഞു കോൺകേവിൽ സിയും ഓർത്താൽ മതി. ഒരു സി ഇങ്ങോട്ട്, ഒരു സി ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺകേവ് ലെൻസ് കിട്ടും. ഇതാണ് അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ലൈൻ അല്ലേ. ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഒന്നാമത്തത്, ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ രണ്ടാമത്തേത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രിൻസിപ്പൽ ആക്സിന് നേരെ കടന്നു പോകുന്ന റേ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷൻ ശേഷം എന്ത് ചെയ്യൂടാ? ഞാൻ പറഞ്ഞു അത് ദൂരേക്ക് ഡൈവേർജ് ചെയ്ത് പോകും അല്ലേ. എന്ത് ചെയ്യും? ദൂരേക്ക് ഡൈവേർജ് ചെയ്ത് പോകും. ദൂരേക്ക് ഡൈവേർജ് ചെയ്ത് പോയാൽ നമുക്കൊരു മാർഗ്ഗമേ ഉള്ളൂ. അതിന് ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്യും. ഈ പോയിന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി സംശയം വരേണ്ട. പ്രിൻസിപ്പൽ ആക്സിന് നേരെ വരുന്ന റേസ് എന്ത് ചെയ്യും? ആഫ്റ്റർ റിഫ്രാക്ഷൻ ഒരു പോയിന്റിലോട്ട് ഇങ്ങനെ ദൂരേക്ക് ഡൈവേർജ് ചെയ്ത് പോകും. സോ ഡൈവേർജ് ചെയ്ത് പോകുന്ന പോയിന്റിന് നമ്മൾ ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്താൽ അത് എന്ത് ചെയ്യും? ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്യും. കണ്ടോ, ഡോട്ടഡ് ലൈൻസ് വെച്ച് വരച്ചാൽ തന്നെ അത് എന്താണ്? അത് വെർച്വൽ ആണ് എന്ന് വെച്ചാൽ അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു സംഭവമില്ല. നമ്മൾ പഠിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല, മിഥ്യ. അതുകൊണ്ടാണ് അതിനെ വെർച്വൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഫോക്കസ് തൊട്ട് ഈ പറയുന്ന ഒപ്റ്റിക് സെൻറ്റർ വരെയുള്ള ദൂരത്തിന് അല്ലേടാ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? ഒരു കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ത് ചെയ്യും? ദ റേസ് കമ്മിങ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക്കൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ അപ്പിയേഴ്സ് ടു ബി കമ്മിങ് ഫ്രം എ പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് വരുന്നതായി നമുക്ക് തോന്നുന്നു. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കിയേ, ദ ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺകേവ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ലെൻസ്. ദിസ് പോയിന്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്. ആ ദൂരത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കും. ഫോക്കസ് തൊട്ട് ഒപ്റ്റിക് സെൻറ്റർ വരെ. അതിപ്പോൾ ഏത് ലെൻസ് ആയാലും ഫോക്കസ് തൊട്ട് ഒപ്റ്റിക് സെൻറ്റർ വരെയുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. തീർത്തും. ഇന്ന് ഇത്രയും മതി. ഇമേജ് ഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിലേക്ക് ആക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.
മനസ്സിലായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.